ഇപ്പോൾ സമയം 6:40 ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് ലേറ്റാണ് യൂഷ്വലി എണീക്കുന്നേക്കാളും. അപ്പോൾ സോ സ്ലീപ്പി. അപ്പോൾ ഞാൻ വേഗം പോയി റെഡി ആവട്ടെ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഫസ്റ്റത്തെ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഒരു ഓഫീസ് ഡേ ഇൻ മൈ ലൈഫ് ഓർ ഒരു വർക്ക് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം. ഇറ്റ്സ് ഗോയിങ് ടു ബി കുറച്ച് ബോറിങ്. അതെന്താണെന്ന് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. സോ ഇപ്പം ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ റെഡിയായി. യൂഷ്വലി കുറച്ചുകൂടി നേരത്തെ പോകാറുണ്ട്. ഇന്ന് എനിക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു. ഞാൻ ഉറങ്ങി കുറച്ചധികം നേരം. സോ ഞാൻ ഓഫീസിൽ പോവാണ് കേട്ടോ. യൂഷ്വലി എൻ്റെ കൊലീഗ്സ് ഉണ്ടാവാറുണ്ട്, എൻ്റെ റൂംമേറ്റ്സ് കൂടിയാണ്. അവരിന്ന് നേരത്തെ പോയി, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഇവിടുന്ന് അധികം നടക്കാനൊന്നുമില്ല, ഒരു 5 മിനിറ്റ്സ് ഉള്ളൂ. സോ നമുക്ക് വേഗം ഇറങ്ങാം. സോ ഇതാണ് എൻ്റെ മോർണിംഗ് വ്യൂ. എൻ്റെ റൂമിൻ്റെ വിൻഡോ ഓപ്പൺ ആക്കുമ്പോൾ ഈ ഒരു വ്യൂ ആണ് കാണാറുള്ളത്. ആൻഡ് ഞാൻ നടന്നു, കീ എല്ലാം വെച്ചിട്ട് ഇറങ്ങി. സോ എന്താ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കേട്ടോ. അതിൻ്റെ ക്ഷീണം മുഖത്ത് നന്നായിട്ട് കാണാനുണ്ട്. ആൻഡ് യെസ്റ്റർഡേ പേരിനൊരു ഡിന്നർ കഴിച്ചു. സോ എനിക്ക് വൈകിട്ടായപ്പോഴത്തേനും ഭയങ്കര വിശപ്പായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ എന്തൊക്കെയോ എടുത്ത് കഴിച്ചു. ആൻഡ് ഇപ്പോഴും നന്നായിട്ട് വിശക്കുന്നുണ്ട്. ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ യൂഷ്വലി പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാറുണ്ട്, പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ടില്ല. സോ ഓഫീസിൽ പോയിട്ട് കുറച്ച് പണിയൊക്കെ തീർത്തിട്ട് ഒരു 8:30-9 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ചോക്കോസ് ആൻഡ് മിൽക്ക് കഴിക്കും. സോ യെസ്. സോ ഞാൻ സ്റ്റേ ചെയ്യുന്നിടത്തു നിന്ന് എൻ്റെ ഓഫീസിലേക്ക് ഹാർഡ്ലി ഒരു 5-6 മിനിറ്റ്സേ ഉള്ളൂ. ബട്ട് ദെൻ നല്ല ട്രാഫിക് ഉണ്ടാവാറുണ്ട് കേട്ടോ. ട്രാഫിക് ഇൻ ദ സെൻസ് കുറേ വണ്ടികൾ ഉണ്ടാവാറുണ്ട്. എനിക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പേടിയായതുകൊണ്ട് അങ്ങനെ പകുതി സമയം പോകാറുണ്ട് കേട്ടോ. സോ അറ്റ് ലാസ്റ്റ് ഐ റീച്ച്ഡ്. ഹലോ. സോ നമ്മൾ എത്താറായിട്ടുണ്ട് കേട്ടോ. സോ കൊച്ചിൻ സ്പെഷ്യൽ എക്കണോമിക് സോൺ സെസ്സിൻ്റെ ഉള്ളിലാണ് നമ്മളുടെ കമ്പനി ഉള്ളത്. സോ ഇപ്പോൾ എത്തും. നോട്ട് സോ എക്സൈറ്റഡ്. അല്ലെങ്കിൽ നമുക്കൊരു വീക്കെൻഡോട് അടുക്കാറാകുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. സോ യെസ്, ഞാനിനിപ്പം ഓഫീസിൽ പോയിട്ട് ഐ വിൽ ടെൽ യു വൈ ഐ ടോൾഡ് ഇറ്റ് വിൽ ബി ബോറിംഗ് ഡേ. ബിക്കോസ് ഞങ്ങളുടെ ഓഫീസിൽ അലൗഡ് അല്ല, ഫോൺ അലൗഡ് അല്ല ഉള്ളിൽ. സോ നമ്മൾ കയറുന്നേക്കാൾ മുന്നേ ലോക്കറിനകത്ത് ഫോൺ വെക്കണം. സോ ഞാനിപ്പോൾ അത് പോയി ചെയ്യും. പിന്നെ ഞാൻ എപ്പോഴാണ് ഇറങ്ങുന്നത് അപ്പോഴാണ് ഞാൻ ഫോൺ എടുക്കുള്ളൂ. സോ അതുവരെയുള്ളൊരു ഡേ യു വോണ്ട് ബി ഏബിൾ ടു സീ. അപ്പം എന്താ പറഞ്ഞത്, അതുവരെയുള്ള ഡേ യു വോണ്ട് ബി ഏബിൾ ടു സീ. ഇവിടെ ഭയങ്കര നോയ്സി ആണ് കേട്ടോ. സോ എത്രത്തോടെ ക്ലിയർ ആവുമെന്ന് അറിയില്ല. യാ. സോ ഞാൻ 5 മണിയാണോ 5:30 എപ്പോഴാണ് ഇറങ്ങുന്നത്, അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഡേ ഇൻ മൈ ലൈഫ് ഐ വിൽ ബി ഷൂട്ടിങ്. സോ അതുവരെ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ പോവാം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ജോലി ചെയ്യുക, ആൻഡ് ഉച്ചയാകുമ്പോൾ ലഞ്ച് കഴിക്കുക. വി ഹാവ് ലഞ്ച് ഫ്രം ഓഫീസിൽ തന്നെ ഉണ്ട്. സോ ലഞ്ച് കഴിക്കുക. അതൊക്കെ ഞാൻ വീണ്ടും പണിയെടുക്കുക. ആൻഡ് ഒരു 5-5:30 ആകുമ്പോൾ ഞാൻ ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് റെസ്റ്റ് ഓഫ് ദി ഡേ ഇൻ മൈ ലൈഫ് ഞാൻ കാണിക്കുന്നതായിരിക്കും. അത്രേ ഉള്ളൂ ഗൈസ്. So this is my today's outfit. So I reached office, sign ഒക്കെ ചെയ്തു and kept my bag in the locker. The first thing to do. So നമുക്ക് ഇന്നത്തെ ഷിഫ്റ്റിന് ശേഷം കാണാം. Hello guys. So hi. So ഇപ്പോൾ ടൈം എത്രയായി ചേച്ചി? 5:30 ആയി കേട്ടോ. ഇന്ന് ആക്ച്വലി 5 മണിക്ക് മുൻപേ പണി കഴിഞ്ഞായിരുന്നു. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, തീരെ സുഖമില്ലായിരുന്നു. ഭയങ്കര തല ഇറങ്ങുന്ന പോലെ ആയിട്ട്. അല്ലെങ്കിൽ ഞാൻ കുറേ നാൾക്ക് ശേഷം ഒരു വ്ളോഗൊക്കെ കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ എനിക്ക് വയ്യ. സോ ഞങ്ങളെല്ലാവരും ഇറങ്ങി. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്, വർക്ക് ഡേ ഇൻ മൈ ലൈഫ് വിൽ ബി വെരി ബോറിങ്. ബിക്കോസ് എന്താ പകുതി സമയം എനിക്ക് കാണിക്കാനൊന്നുമില്ല. അപ്പോൾ ഐ വിൽ ടെൽ യു വാട്ട് ഓൾ ഹാപ്പൻ. എന്തൊക്കെ നടന്നു ഞാൻ പറയാം. ഞാൻ രാവിലെ വന്നു ആൻഡ് ജോലിക്ക് കയറി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, വീണ്ടും പണി തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ലഞ്ച് കഴിച്ചു. ലഞ്ച് വാസ് പ്രിറ്റി ഗുഡ്. ഇന്നത്തെ നല്ല ലഞ്ചായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും പണിയെടുത്തു. പിന്നെ കിടക്കുക. കാരണം എനിക്ക് ഭയങ്കര തലക്കറക്കം ഉണ്ടായിരുന്നു.
അപ്പം അത്രയേ ഉള്ളൂ. ഇത് ലിഫ്റ്റ് വന്നു ഗൈസ്. ഹായ് പറഞ്ഞേ. എനിക്കൊന്ന് കാണാൻ ഇന്ന് എങ്ങനെയുണ്ടായിരുന്നു ഗൈസ് പണി? വളരെ ഒന്നും പറയാനില്ല. മിക്ക ദിവസത്തേക്കാളും ഇന്ന് കുറച്ച് കുറവായിരുന്നു. എനിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ എല്ലാവരും നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. പ്രൗഡ് ഓഫ് us. ഒത്തിയിട്ടില്ല. അതൊക്കെ ഉണ്ടാവും. സോ ഇനി എന്താ പരിപാടി? ഫുഡ് കഴിക്കാല്ലേ? വെരി ഹംഗ്രി. സത്യം പറഞ്ഞാണ്ടല്ലോ, ഒരു ദിവസം ജോലി ഉള്ളപ്പോൾ വിശക്കുന്ന, ജോലി കഴിയുന്ന സമയത്ത് മാത്രമാണ്. സോ ലെറ്റ്സ് സീ, പോയി എന്തെങ്കിലും കഴിക്കാം. അങ്ങനെ ഫുഡ് കഴിക്കേണ്ട പരിപാടി അവിടെ തന്നെ ഡ്രോപ്പായിട്ടോ. ബിക്കോസ് മിക്കപ്പോഴും നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഇസ് ഫ്രം ദ ബജിക്കട, ബജീസൊക്കെയാണ് കഴിക്കുന്നത്. പക്ഷേ ദാറ്റ് ഡേ ആർക്കും അത്ര സുഖമില്ലായിരുന്നു. സോ വി ഡ്രോപ്പ് ദാറ്റ് പ്ലാൻ ആൻഡ് കെയിം ടു ഹോസ്റ്റൽ. എത്തി ഗൈസ്, ഹോസ്റ്റലെത്തി. സോ ഹായ് ഗൈസ്, നമ്മൾ റൂമിലെത്തി. ഇന്ന് ആക്ച്വലി ഞാൻ കുറച്ച് പ്രാക്ടീസൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ എനിക്ക് വയ്യ. സോ ആൻഡ് ഓൾസോ ചാർജ് ഒട്ടുമില്ല ഫോണിൽ. പിന്നെ എന്താ, അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് എനർജി ഉണ്ടെങ്കിൽ ഞാൻ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, ബട്ട് സ്റ്റിൽ അത്രേ ഉള്ളൂ. എന്താണെങ്കിലും വി വർ ഹംഗ്രി റൈറ്റ്. അപ്പം ഞങ്ങളുടെ റൂമിൽ റോസ് ചേച്ചി മുംബൈയിൽ പോയി വന്നപ്പോൾ കുറേ സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ നമ്മളതൊക്കെ കഴിച്ചു ആൻഡ് ഞാൻ കിടന്ന് ഉറങ്ങി. ആൻഡ് ദിസ് ഇസ് വാട്ട് ഹാപ്പൻ ഗൈസ്. ഉറങ്ങിയത് എനിക്ക് തല ഇറങ്ങിയിട്ടാണ് ഞാൻ കിടന്ന് ഉറങ്ങിയത്. എണീറ്റപ്പം തൊട്ട് ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു. ആൻഡ് എനിക്ക് ഹോസ്റ്റലിലെ ഫുഡ് എനിക്ക് പറ്റിയില്ല. സോ ഐ കെയിം ടു എ റെസ്റ്റോറൻറ്റ് ആൻഡ് അവിടെ നിന്ന് ഞാൻ എന്താ കഴിച്ചത്, ചപ്പാത്തി ആൻഡ് സം വെജ് കറിയാണ് കഴിച്ചത്. അങ്ങനെ എന്താ പറ്റിയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആക്ച്വലി എനിക്കിന്ന് അന്ന് വയ്യാണ്ടായപ്പം ഐ വാസ് ജസ്റ്റ് തിങ്കിങ്, ജസ്റ്റ് ബിക്കോസ് ഐ വാസ് ടയേർഡ്, വർക്കിൻ്റെ ടയേർഡ്നെസ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയാൽ റെഡിയാവുമെന്ന് വിചാരിച്ച്. ഉറങ്ങിയപ്പോഴും ഐ തോട്ട് ഉറങ്ങി എണീക്കുമ്പോൾ ഓക്കെ ആവുമെന്ന് വിചാരിച്ച്. പക്ഷേ എണീറ്റ് വെൻ ഐ സ്റ്റാർട്ടഡ് വോമിറ്റിംഗ് ഐ വാസ് തിങ്കിങ്, എന്തിനാ ദൈവമേ വീണ്ടും ഇങ്ങനെ വയ്യാതെ ആവുന്നത്. ഇറ്റ് വാസ് വിചാരിക്കാതെയാണ് കേട്ടോ പെട്ടെന്ന് ഒരു സിക്നെസ് ഉണ്ടായത്. ആൻഡ് ഗെസ് വാട്ട്, നമ്മൾ പിന്നെ പോയത് ഹോസ്പിറ്റലിലേക്കായിരുന്നു. അത്രയ്ക്കും പറ്റാണ്ടായി. സോ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അത് നമ്മൾ രാത്രി 8:30 എന്തായാലും 8:30 9 മണിയൊക്കെ ആയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ. ആൻഡ് അവിടെ എത്തിയപ്പോൾ നമ്മൾ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ തൃക്കാക്കരയുണ്ട് പോയത്. അവിടെ എത്തിയപ്പോൾ അവിടെ ഓൾമോസ്റ്റ് എല്ലാ യങ്സ്റ്റേഴ്സും ഉണ്ട്, എല്ലാവർക്കും വയ്യ. ഇതൊക്കെ തന്നെ എല്ലാവരുടെയും അവസ്ഥ. അങ്ങനെ ഡ്രിപ്പ് ഇട്ടു, ഇഞ്ചക്ഷൻ എടുത്തു, കുറേ മെഡിസിൻസ് തന്നു. ഓ ഇതാണ് ഗൈസ് എൻ്റെ ഒരു വർക്ക് ഡേ ഇൻ മൈ ലൈഫ് വിച്ച് എൻഡഡ് അപ്പ് ഇൻ ഹോസ്പിറ്റൽ. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.